മേലെ ഞാൻ കുറച്ച് ചുവന്ന മണ്ണുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈ ഒരു ഇതിന്ന് നമുക്ക് കുറച്ച് കഷ്ണങ്ങളായിട്ട് ഓരോ നോഡ്സിൽ റൂട്ട് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഓരോ നോഡ്സിൽ നിന്നും ഓരോരോ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്കൊന്ന് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ നോഡ്സും പുതിയ പുതിയ പ്ലാന്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് പോന്ന് കിട്ടും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഓരോ നോഡായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ വേരുകൾ കട്ടായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണിത്. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പോട്ടിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കണതാണ്, നല്ല ഭംഗിയാണ്. ഇത് ഞാൻ മണ്ണിൽ ഓരോരോ കുഴികൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ വയ്ക്കാം, അതേപോലെ തന്നെ വെള്ളത്തിൽ നിറച്ച് വയ്ക്കുകയും ചെയ്യാം.